നമസ്കാരം. അറിഞ്ഞില്ലേ, കേന്ദ്രത്തിനെതിരെ കേരള മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു വൻ സമരം പ്രഖ്യാപിച്ചിരുന്നു കേരളത്തിലെ മുഖ്യമന്ത്രിയും പാർട്ടിയും. പക്ഷേ സമരത്തിൽ പങ്കെടുക്കാൻ ആളെ കിട്ടില്ല എന്ന് സ്ഥിതി വന്നപ്പോഴേക്കും ആ സമരം ഇനി വേണ്ട, നമുക്കവിടെ ഒരു സമ്മേളനം വിളിച്ചു കൂട്ടിക്കളയാം എന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതെ, ഇനിയിപ്പോൾ നമുക്ക് സമരമൊന്നും വേണ്ട, കേന്ദ്രത്തിനെതിരെ സമരം, അവഗണനയ്ക്കെതിരെ സമരം, ഇവിടെ വലിയ ചങ്ങലകളൊക്കെ നിർമ്മിച്ച് നമ്മൾ വലിയ ഗമ കാണിച്ചല്ലോ. അപ്പോൾ നമുക്ക് അതൊക്കെ മതി, അങ്ങോട്ട് പോയി സമരം ചെയ്യേണ്ട. നമുക്ക് എന്തെങ്കിലും സമരം ചെയ്യണമെങ്കിൽ കേരളത്തിൽ ചങ്ങല കെട്ടാം, കേരളത്തിൽ ട്രെയിൻ തടയാം, കേരളത്തിൽ കേന്ദ്ര ഓഫീസുകളെ നിശ്ചലമാക്കാം. അങ്ങനെ കേരളത്തിൽ മാത്രം സമരം ചെയ്താൽ മതി, ഡൽഹിയിലോട്ട് പോകണ്ട, ചിലപ്പോൾ തടി കേടാകും. അതുകൊണ്ട് ഡൽഹിയിൽ പോയി സമരം ചെയ്യേണ്ട, അത് വലിയ അപകടമാകാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് തന്നെ എന്തായാലും ആളെ കിട്ടില്ല, സമരം ചെയ്യാൻ ആളെ കിട്ടില്ല എന്ന് ബോധ്യമായപ്പോഴും, അതുമാത്രമല്ല കേരളത്തിൽ മുഖ്യമന്ത്രിയും നരേന്ദ്രമോദിയും തമ്മിൽ കൂടിക്കണ്ടപ്പോൾ അവർ തമ്മിൽ കൈകൊടുത്ത ഒരു പ്രത്യേക മുഹൂർത്തമുണ്ട്. അതിൻ്റെ രണ്ടുപേരുടെയും മനസ്സുകൾ ഇങ്ങനെ ചേർത്ത് വെച്ചുകൊണ്ട്, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ നരേന്ദ്രമോദിയുടെ കൈക്കകത്തേക്കാണ് തൻ്റെ കൈ ചേർത്ത് വച്ചിരിക്കുന്നത്. നമ്മൾ ആ ചിത്രങ്ങളൊന്ന് നോക്കിയാൽ അറിയാം. ആ കൈ പിടിച്ചിരിക്കുന്നത് പിണറായി വിജയന്റെ കൈ മുഴുവനും ഇങ്ങനെ അകത്താക്കി പിടിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദി. ഇതാണ് കോൺഗ്രസ്സുകാർ ഇവിടെ വിമർശനമായിട്ട് ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും അത്തരത്തിലുള്ള കൂടിക്കാഴ്ചകളും ഈ സമരം പിൻവലിക്കാൻ കാരണമായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ വിലയിരുത്തുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഞാൻ അത് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം ആ കൂടിക്കാഴ്ചയാണ് ഈ സമരം വേണ്ട എന്ന് കേരള മുഖ്യമന്ത്രിയെ കൊണ്ട് തീരുമാനിപ്പിച്ചത് എന്ന് തോന്നുന്നു. എന്തായാലും പ്രതിപക്ഷ നേതാക്കളെയും പ്രതിപക്ഷത്തിലേക്ക് കൂട്ടിന് വിളിച്ചു, വരൂ നമുക്ക് ഒരുമിച്ച് ഈ കേന്ദ്രത്തിന്റെ കിരാത നടപടിക്കെതിരെ സമരം ചെയ്യാൻ, നിങ്ങളും കൂടെ കൂടുക എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വിളിച്ചു. പക്ഷെ അവർ പറഞ്ഞു, ഞങ്ങൾ സമരം ചെയ്യാനൊക്കെ ഉണ്ട്, ഞങ്ങളും കേന്ദ്രത്തിനെതിരെ തന്നെ, പക്ഷേ നിങ്ങളുടെ കൂടെ ഈ സമരത്തിന് ഞങ്ങൾ തയ്യാറല്ല. കാരണം നിങ്ങളുടെ പ്രവൃത്തിയാണ് ഇവിടുത്തെ കേരളത്തിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. അതിനെ വെള്ളപൂശാൻ വേണ്ടി നിങ്ങളുടെ ഈ കുഴപ്പങ്ങളും ധൂർത്തും അതുപോലെ അഹങ്കാരവും ഒക്കെ ആണ്. അതിനെ മറച്ചു വയ്ക്കാൻ ഞങ്ങളുടെ മുതൽ ഞങ്ങൾ വെള്ളപൂശാൻ നിങ്ങളെ മുന്നിൽ നിൽക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ വരുന്നില്ല, നിങ്ങൾ വേണമെങ്കിൽ പോയി സമരം ചെയ്തോ, ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ സമരം ചെയ്തു കൊള്ളാം എന്നാണ് പ്രതിപക്ഷം, അത് UDF-ഉം തീരുമാനിച്ചത്. അതോടുകൂടി സംഭവം ആകെ ബ്ലിമ്മായി. പിന്നീട് സ്റ്റാലിനെ വിളിച്ചു, തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനെ വിളിച്ചു. സ്റ്റാലിനും ഇതുവരെ അനുകൂലമായ മറുപടിയൊന്നും കൊടുത്തിട്ടില്ല. പിന്നീട് കോൺഗ്രസ് പ്രസിഡന്റ് ഖാർഗെയെ വിളിച്ചു. ചിലപ്പോൾ ഖാർഗെ ഈ ഇന്ത്യ യൂണിയനും ഇന്ത്യ സഖ്യവും ഒക്കെ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ പോകുമായിരിക്കും. പക്ഷെ ഖാർഗെയും ഇതുവരെയും മറുപടി പറഞ്ഞില്ല. പിന്നെ നിതീഷ് കുമാറിനെ വിളിച്ചു, മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ വിളിച്ചു. പിന്നെ നവീൻ പട്നായിക്കിനെ വിളിച്ചു. പിന്നെ കെജ്രിവാളിനെ ക്ഷണിച്ചു, നമുക്ക് ഒരുമിച്ച് സമരം ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ NCPയുടെ അധ്യക്ഷൻ ശരത് പവാറിനെ വിളിച്ചു. പഞ്ചാബിലെ മുഖ്യമന്ത്രി ഭഗവത് മാനെ വിളിച്ചു. പിന്നെ അതുപോലെ മുൻ മുഖ്യമന്ത്രി, കാശ്മീരിലെ മുൻ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ളയെയും അതുപോലെ ഒമർ അബ്ദുള്ളയൊക്കെ വിളിച്ചു. ഇവരാരും തന്നെ വ്യക്തമായിട്ട് ഇതുവരെയും ഒരു പ്രതികരണം ഈ ക്ഷണത്തിന് കൊടുത്തില്ല. അങ്ങനെ വന്നപ്പോൾ സംഗതി കുഴപ്പമാകും, സമരം ചെയ്യുന്നത് ശരിയാവില്ല, ആകെ നാണക്കേടാകും എന്ന് വിചാരിച്ചുകൊണ്ട് ഇപ്പോൾ അവിടെ ഒരു ഭരണഘടന, അതായത് ഈ കേന്ദ്രത്തിന്റെ അവഗണനയ്ക്കെതിരെ പോരാടും എന്ന ആ ഒരു മുദ്രാവാക്യം തൽക്കാലം മടക്കി ചുരുട്ടി പോക്കറ്റിൽ വയ്ക്കാം. അത് കാരണം നരേന്ദ്രമോദിക്ക് ചിലപ്പം അത് ഇഷ്ടപ്പെടാതെ വരും. അങ്ങനെ ഇഷ്ടപ്പെടാതെ വരികയാണെങ്കിൽ തൻ്റെ മകൾക്ക് കുരുക്ക് വീഴും, തനിക്കും അതിലൂടെ കുരുക്ക് വീഴും. അങ്ങനെ ഒരു ബഹളത്തിലേക്ക് ഇപ്പോൾ പോകണ്ട, ബുദ്ധിപരമായിട്ട് പുറകോട്ട് മാറുന്നതാണ് നല്ലത്. അവിടെ നമുക്ക് ഒരു ഭരണഘടനയുടെ ഫെഡറൽ സംവിധാനത്തിനെ സംരക്ഷിക്കാം എന്ന് പറഞ്ഞ് നമുക്കൊരു സമ്മേളനം നടത്തി ഒരു പ്രമേയവും പാസ്സാക്കി അങ്ങനെ ഒരു നെടുവീർപ്പ് വിട്ട് ഒരു ചായയും കുടിച്ച് ഒന്ന് ഏമ്പക്കവും ഇട്ട് ഇനി പോരാം എന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ താനും തൻ്റെ മകളും അവിടെ സംരക്ഷിക്കപ്പെടും എന്ന വിശ്വാസമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കുള്ളത്. അതാണ് നമ്മൾ കാണുന്ന ഈ കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഈ പാവം കുറെ DYFIക്കാർ കിടന്ന് ചങ്ങല പിടിച്ചിട്ട് കാര്യമുണ്ടോ? നിങ്ങളുടെ നേതാവ് ഇതാ നരേന്ദ്രമോദിക്ക് അടിയറവ് പറഞ്ഞിരിക്കുന്നു.